നിന്നിലേക്ക് മാത്രം ഭാഗം 8. ഒരേ സമയം രണ്ടുപേരുടെയും ഹൃദയതാളം വർദ്ധിച്ചു. അവൻ്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു അവളുടെ നോട്ടം. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ തന്നെയായിരുന്നു അവൻ്റെയും നോട്ടം. അവൻ്റെ ഇടതു കൈയിൽ അവളുടെ അഴിഞ്ഞ ഷോൾ ചുറ്റിക്കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന ബോധത്തിൽ അവൾ അവനെ തള്ളി മാറ്റിയപ്പോഴാണ് താൻ ഷോളില്ലാതെയാണ് അവനോട് ചേർന്ന് നിൽക്കുന്നത് എന്നവൾക്ക് മനസ്സിലായത്. അവൾ ഞെട്ടി മാറി രണ്ടും കൈവച്ച് മറിച്ച് ഒരൽപ്പം കൂടി വെള്ളത്തിലേക്ക് താഴ്ന്നിരുന്നു. അയ്യോ, എൻ്റെ ഷോള്! ചുറ്റും നോക്കിയപ്പോഴാണ് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഷോൾ വൈക കണ്ടത്. അതിങ്ങ് തന്നേ! അവൾ ദേഷ്യത്തോടെ അവന് നേരെ കൈനീട്ടി ചോദിച്ചപ്പോഴാണ് തൻ്റെ കയ്യിൽ കിടക്കുന്ന ഷോൾ അവനും കാണുന്നത്. അവൻ അവളിലേക്കും ഷോളിലേക്കും മാറി മാറി നോക്കി. ഇത് കണ്ട് ദേഷ്യം വന്ന വൈക അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വലിച്ചു വാങ്ങി. തനിക്ക് നാണമില്ലേ? ഒരാളെ എങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ സഹായിക്കുന്നത്? തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തല്ലിപ്പൊളിക്കുകയാണോ വേണ്ടത്? അവൻ്റെ കണ്ണുകൾ കുറുകി. ഇതിപ്പോൾ സഹായിക്കാൻ വന്നിട്ട് മനുഷ്യനെ ഉപദ്രവത്തിലാക്കിയെന്ന് പറഞ്ഞാൽ മതി. വൈക അവന് നേരെ ദേഷ്യപ്പെടുകയായിരുന്നു. അവളുടെ അർദ്ധനഗ്നത അവൻ കണ്ടു കാണും എന്ന ചിന്തയിൽ വന്ന ദേഷ്യവും സങ്കടവുമായിരുന്നു ഇതിനു കാരണം. ഇതിനിടയിൽ തന്നെ അവൾ ഷോൾ കൊണ്ട് ശരീരം മറച്ചു പിടിച്ചിരുന്നു. പിന്നെയും എന്തൊക്കെയോ അവൾ പുലമ്പുന്നത് കേട്ട് ഞൊടിയിടയിൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കു നേരെ അടുപ്പിച്ചു. ഞെട്ടിത്തരിച്ചു പോയി വൈക. അവൻ്റെ ശരീരത്തോട് ചേർത്തായിരുന്നു അവൻ അവളെ പിടിച്ചു വെച്ചത്. വൈകയുടെ മുഖത്തോട് മുഖം വളരെ അടുപ്പിച്ച് ദേഷ്യത്തോടെയുള്ള അവൻ്റെ ഭാവം കണ്ട് അവൾ ഉമിനീർ ഇറക്കിപ്പോയി. എക്സ്ക്യൂസ് മീ, അവൻ വളരെ കടുപ്പത്തിൽ പറഞ്ഞു. യു ആസ്ക് മീ ടു ഹെൽപ്പ് യു. യു റിക്വസ്റ്റഡ്. എന്നിട്ട് ഇപ്പോൾ എന്നെ കുറ്റം പറയുന്നോടി? ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? അവൻ സ്വന്തം ശരീരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രമാണ് വൈക അങ്ങോട്ടേക്ക് നോക്കുന്നത്. അവിടെ 2-3 നഖത്തിൻ്റെ പാടുകൊണ്ട് ചുവന്ന് കിടപ്പുണ്ട്. മാത്രമല്ല ഷർട്ടിൻ്റെ ബട്ടൺസും വിട്ട് കിടപ്പുണ്ട്. അവൾ ദയനീയമായി അവനെ നോക്കി. നീ ആരാ? എന്നോട് ദേഷ്യപ്പെടാൻ നീ ആരാ? ഡു യു നോ ഹു ഐ ആം? ആൻഡ് ഓൾ ഓവർ ഹൗ ഡെയർ യു? ഒരു നിമിഷം അവൻ്റെ കണ്ണിലെ ഭാവത്തിൽ വൈക പകച്ചുപോയി. എന്തോ പറയാൻ വന്ന അവളുടെ ചുണ്ടിന് കുറുകെ അവൻ്റെ ചൂണ്ടുവിരൽ അധികാരം സ്ഥാപിച്ചിരുന്നു. എൻ്റെ ഭഗവതി, അബദ്ധവശാൽ ഏതോ മുന്തിയ ഇനം മൂർഖനെയാണല്ലോ വലിച്ചു കുളത്തിലേക്കിട്ടത്. അവൾ ദയനീയമായി കൊട്ടിലത് തമ്മയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വിചാരിച്ചു. അവൻ്റെ ദേഷ്യം മാറാതെ ഒന്നുകൂടി അവൻ അവളെ ബലമായി ചേർത്ത് പിടിച്ചതും വൈക അവനെ തള്ളി മാറ്റി. എന്താ ഇവിടെ നടക്കുന്നത്? ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും ഒരേപോലെ നോക്കി. പടവിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയും ഒരു കൊച്ചുകുട്ടിയെയും അവന് മനസ്സിലായില്ല. പക്ഷേ അവൾക്കു മനസ്സിലായി. നന്ദന രണ്ടുപേരെയും കുളത്തിൽ ആ ഒരു സ്ഥിതിയിൽ കണ്ടതിൻ്റെ അന്താളിപ്പിലായിരുന്നു. കൂടെയുള്ള കുട്ടിയും വാ പൊളിച്ചു നിൽപ്പുണ്ട്. നന്ദു! അവൾ ദയനീയമായി വിളിച്ചു. രണ്ടുപേരെയും മാറി മാറി നോക്കി ലൂയിസ് കുളത്തിൻ്റെ പടികൾ കയറി. പടിപ്പുര കടക്കും മുമ്പ് അവൻ ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അവൾ തല വെട്ടിച്ചു. രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്ന നന്ദുവിന് ഒന്നും മനസ്സിലായില്ല. തുടരും.